Hi all, welcome back to another session of Theory of Structures. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ബീമിലെ ബെൻഡിങ് സ്ട്രെസ്സിനെ കുറിച്ചായിരുന്നു. അതിൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 3 ടേംസ് ആണ് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തത്. ഒന്ന് ബെൻഡിങ് സ്ട്രെസ്, രണ്ടാമത്തത് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്, മൂന്നാമത്തത് സെക്ഷൻ മോഡുലസ്. ഈ 3 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എന്നിട്ട് ഒരു ഐ സെക്ഷന്റെ സെക്ഷൻ മോഡുലസ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലവും ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബെൻഡിങ് സ്ട്രെസ് അല്ലെങ്കിൽ ബെൻഡിങ് ഇക്വേഷൻസ് വെച്ചുള്ള കുറച്ച് പ്രോബ്ലംസ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പോകണം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള കുറച്ച് പ്രോബ്ലംസ്, എക്സാമ്പിൾ പ്രോബ്ലംസ് നമ്മൾ ചെയ്യും. ഒരു 4 പ്രോബ്ലംസ് ഡിഫറെന്റ് കൈൻഡ്സ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ബെൻഡിങ് ഇക്വേഷൻ. എം ബൈ ഐ ഈസ് ഈക്വൽ ടു എഫ് ബൈ വൈ ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ. എം എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് ആണ്, ഐ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്, എഫ് ബെൻഡിങ് സ്ട്രെസ് ആണ്, വൈ എന്ന് വെച്ചാൽ നമ്മൾ ഏത് ഫൈബറിലോട്ടാണോ സ്ട്രെസ് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് എടുക്കുന്നത് ആ ഫൈബറിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് വൈ. ഇ എന്ന് വെച്ചാൽ യങ്സ് മോഡുലസ് ആണ്, ആർ എന്ന് വെച്ചാൽ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു ബെൻഡിങ് ഇക്വേഷനിൽ. അത് കഴിഞ്ഞ് ഈ ബെൻഡിങ് ഇക്വേഷൻ വെച്ച് നമ്മൾ പെർമിസിബിൾ സ്ട്രെസ്സിന് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിരുന്നു. പെർമിസിബിൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു ബീം മാക്സിമം എത്രത്തോളം സ്ട്രെസ് ചെയ്യാൻ പറ്റും. ഇത്ര ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബീമിന് എത്ര ലോഡ് വേണമെങ്കിലും കൊടുക്കാം അല്ലെ. ലോഡ് കൂടുന്നതിനനുസരിച്ച് ബീം ആ ലോഡ് എടുത്തുകൊണ്ടിരിക്കും. ഒരു പർട്ടിക്കുലർ ലോഡ് കഴിഞ്ഞാൽ ബീം ഫെയിൽ ആവും. സോ ഫെയിൽ ആവുന്നതിന് മുൻപ് എത്രത്തോളം സ്ട്രെസ് ആ ബീമിന് എടുക്കാൻ പറ്റും എന്നതിന്റെ മെഷറാണ് എഫ് പെർമിസിബിൾ. എഫ് പെർമിസിബിൾ ഇസ് ഈക്വൽ ടു എം ബൈ ഐ ഇൻറ്റു വൈ മാക്സ്. ഇതേ ഇക്വേഷനിൽ നിന്ന് നമ്മൾ എടുക്കുന്നതാണ്. വൈക്ക് പകരം വൈ മാക്സ് മാത്രം എടുക്കുന്നേ ഉള്ളൂ. സോ അത് നമ്മൾ കണ്ടിരുന്നു. ഇനി ആ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്കറിയാം ഐ ബൈ വൈ മാക്സ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ മോഡുലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. സെഡ് ഈസ് ഈക്വൽ ടു ഐ ബൈ വൈ മാക്സ്. ഇനി ആ സെഡും ഈ ഇക്വേഷനും റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി കിട്ടും. എം ഈസ് ഈക്വൽ ടു എഫ് പെർമിസിബിൾ ഇൻറ്റു സെഡ്. എന്താണ് മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പെർമിസിബിൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മാക്സിമം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു ബീം മാക്സിമം സ്ട്രെസ്ഡ് ആവുന്ന കണ്ടീഷൻ, അത്രയും സ്ട്രെസ്സേ ആ ബീമിന് എടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പോ ഒരു ബീമിന് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നു. ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ മൊമെന്റ് ഉണ്ടാവും അല്ലെ. അങ്ങനെ മൊമെന്റ് ആഡ് ചെയ്ത് ബീം സ്ട്രെസ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ ബീമിൽ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റ്, ഓക്കെ, ആ ബീമിൽ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റ്, അതാണ് മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി. അതിന്റെ ഇക്വേഷൻ എന്താണ്? എം ഈസ് ഈക്വൽ ടു എഫ് പെർമിസിബിൾ ഇൻറ്റു സെക്ഷൻ മോഡുലസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ഇക്വേഷൻസ് ആണ്. അതിന്റെ എക്സ്പ്ലനേഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. വിത്ത് ദിസ് വി ആർ ഗോയിങ് ടു സോൾവ് സം പ്രോബ്ലംസ്. കുറച്ച് പ്രോബ്ലംസ് നമ്മൾ 2-3 ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ പ്രോബ്ലം കാണാം. ഇതാണ് ആദ്യത്തെ പ്രോബ്ലം. യു ഹാവ് എ കാന്റിലിവർ ബീം വിച്ച് ഈസ് ഓഫ് ലെങ്ത് 2 meter. The beam fails when a load of 2 kilonewton is applied at the free end. If the section of the beam is 40 mm into 60 mm, find the stress at failure. ഒരു കാന്റിലിവർ ബീം തന്നിട്ടുണ്ട്. സോ ആ കാന്റിലിവർ ബീമിന്റെ ഫ്രീ എൻഡിൽ 2 kilonewton ലോഡ് അപ്ലൈ ചെയ്യുന്നു. ആ സമയത്ത് ആ ബീം ഫെയിൽ ആവുകയാണ്. സോ ബീമിന്റെ ക്രോസ് സെക്ഷൻ റെക്ടാങ്കിൾ ആണ്, 40 mm into 60 mm എന്നാണ് തന്നിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ റെക്ടാങ്കുലർ സെക്ഷൻ. സോ ഫെയിൽ ആവുന്ന സമയത്ത് ആ ബീമിന്റെ സ്ട്രെസ് എന്താണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ ഒന്ന് നോക്കാം. ആദ്യം തന്നിരിക്കുന്ന ഒരു ബീമാണ്. ബീമിന്റെ സ്പാൻ എല്ലാണെന്ന് വിചാരിക്കുക. ആ സ്പാൻ എത്രയാണ്? 2 meter ആണ് തന്നിട്ടുണ്ട് അല്ലെ. 2 meter സ്പാൻ ഉള്ള ഒരു ബീമുണ്ട്. അതിന്റെ ഇങ്ങേ അറ്റത്തൊരു പോയിന്റ് ലോഡ് ഉണ്ട്. ആ പോയിന്റ് ലോഡ് 2 kilonewton ആണ് അല്ലെ. സോ യു ഹാവ് ദ സ്പാൻ എൽ ഈസ് ഈക്വൽ ടു 2 meter. ലോഡ് അറ്റ് ഫെയിലിയർ പി ഈസ് ഈക്വൽ ടു 2 kilonewton. ഇനി തന്നിരിക്കുന്നത് എന്താ? സെക്ഷന്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട് അല്ലെ. സെക്ഷൻ ഡയമെൻഷൻസ് 40 into 60. എപ്പോഴും ഒരു ബീം എടുത്തു കഴിഞ്ഞാൽ ബീമിന്റെ ഡെപ്ത് ആയിരിക്കും കൂടുതൽ. സോ 40 into 60 എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടുള്ളത് നമ്മൾ ഡെപ്ത് ആയിട്ട് എടുക്കും, മറ്റേത് വിഡ്ത്ത് ആയിട്ട് എടുക്കും. ഓക്കെ, സോ ഹിയർ ഡെപ്ത് ഈസ് 60 mm, വിഡ്ത്ത് ഈസ് 40 mm. നമുക്ക് ക്രോസ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 40 mm വിഡ്ത്ത്, 60 mm ഡെപ്ത്. ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ഇതാണ് നമ്മുടെ ബീം. ആ ബീം ഒരു കാന്റിലിവർ ബീമാണ്. അതിന്റെ സ്പാൻ വൈസ് ഉള്ള ഡയറക്ഷനിലെ ഇമേജ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുന്ന് എവിടെയെങ്കിലും നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഡയറക്ഷനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് ഒരു റെക്ടാങ്കുലർ സെക്ഷൻ ആയിരിക്കും. ആ സെക്ഷന്റെ ഡയമെൻഷൻസ് ആണ് 40 mm into 60 mm. സോ റെക്ടാങ്കിൾ ആയതുകൊണ്ട് അതിന്റെ ന്യൂട്രൽ ആക്സിസ് കൃത്യം സെന്ററിൽ കൂടെ ആയിരിക്കും പാസ് ചെയ്യുക. ആ ന്യൂട്രൽ ആക്സിസ് ആണ് ഈ ബ്ലൂ ലൈനിൽ വരച്ചു വെച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി
കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സ്ട്രെസ് അറ്റ് ഫെയിലർ ആണ്. നമുക്ക് നമ്മുടെ ബെൻഡിങ് ഇക്വേഷൻ ഒന്ന് നോക്കാം. സോ ഫെയിലർ സ്ട്രെസ് എഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബെൻഡിങ് ഇക്വേഷൻ ഇതായിരുന്നു, M/I is equal to F/Y is equal to E/R. ഇവിടെ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി തന്നിട്ടില്ല, റേഡിയസ് ഓഫ് കർവേച്ചർ ഒന്നും തന്നിട്ടില്ല. സോ നമ്മൾ ഈ ഇക്വേഷന്റെ ആദ്യത്തെ പോർഷൻ മാത്രം കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, M/I is equal to F/I എന്നുള്ള പോർഷൻ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ഇക്വേഷൻ നമുക്ക് കിട്ടും. മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി M is equal to F max into I/Y max. ഇവിടെ F max എടുക്കാനുള്ള കാരണം എന്താ? നമ്മളോട് പറയുന്നത് ഫെയിലിയറിലുള്ള സ്ട്രെസ് കണ്ടുപിടിക്കാനാണ്. സോ ഫെയിലിയറിലെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം ആ ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ എടുക്കാൻ പറ്റുന്ന സ്ട്രെസ്. അതിന് ഞാൻ F max എന്ന് ഡിനോട്ട് ചെയ്യുന്നതേ ഉള്ളൂ. സോ M is equal to F max into I/Y max എന്ന് കിട്ടും. Y max എടുക്കാനുള്ള കാരണം എന്താ? എപ്പോഴാണ് സ്ട്രെസ് മാക്സിമം ആവുക? നമ്മൾ പറഞ്ഞിരുന്നു ന്യൂട്രൽ ആക്സിസ് 0 ആണ്. ന്യൂട്രൽ ആക്സിസിൽ നിന്ന് അങ്ങേ അറ്റത്തോട്ട് പോയി ഏറ്റവും അറ്റത്ത് ഏറ്റവും എക്സ്ട്രീം ഫൈബറിൽ എത്തുമ്പോഴാണ് ഒരു മെമ്പറിന്റെ അല്ലെങ്കിൽ ഒരു ക്രോസ് സെക്ഷന്റെ സ്ട്രെസ്സസ് മാക്സിമം ആവാന്ന് നമ്മൾ പറഞ്ഞു. സോ സ്ട്രെസ് മാക്സിമം ആവുന്നത് എപ്പോഴായിരിക്കും? എപ്പോഴും Y മാക്സിമം ആയിരിക്കും. ഇവിടെ Y മാക്സിമം എന്ന് പറഞ്ഞാൽ ഈ റെക്ടാങ്കുലർ ടോപ്പിൽ അല്ലെങ്കിൽ ബോട്ടം, സിമെട്രിക് ആയതുകൊണ്ട് രണ്ട് സ്ഥലത്തോട്ടുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. ടോപ്പിൽ അല്ലെങ്കിൽ ബോട്ടം അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് Y മാക്സ് എന്ന് പറയുന്നത്, അല്ലെ? സോ M is equal to F max into I/Y max. ഇതിനകത്ത് നമ്മൾ നേരത്തെ സെക്ഷൻ മോഡുലസിന്റെ ടേംസിലോട്ട് മാറ്റുകയാണെങ്കിൽ M is nothing but F max into Z എന്ന് കിട്ടും. ഓക്കെ, ഇതില് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് F അല്ലെങ്കിൽ F max ആണ്, അല്ലെ? വി നീഡ് ടു ഫൈൻഡ് ദ സ്ട്രെസ് അറ്റ് ഫെയിലിയർ F. സോ F max കണ്ടുപിടിക്കണം. ബാക്കി നമുക്ക് എന്തൊക്കെ അറിയണം? അപ്പോൾ മൊമെന്റ് അറിയണം, Z അറിയണം. Z എന്ന് പറഞ്ഞാൽ സെക്ഷൻ മോഡുലസ്. ഒരു റെക്ടാങ്കിളുടെ സെക്ഷൻ മോഡുലസ്, ആ റെക്ടാങ്കിളുടെ വിഡ്ത്തും ഡെപ്തും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ, അല്ലെ? BD²/6 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇക്വേഷൻ കണ്ടതാണ്. സോ സെക്ഷൻ മോഡുലസ് കണ്ടുപിടിക്കാൻ വിഡ്ത്തും ഡെപ്തും ഉണ്ട്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്ട്രെസ് ആണ്. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? M എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റ് ആണ്, അല്ലെ? ഒരു ബീമിന്റെ മൊമെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാക്സിമം മൊമെന്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഇവിടെ എങ്ങനെ മൊമെന്റ് കണ്ടുപിടിക്കുക? ഒരു ബീം തന്നിട്ടുണ്ട്, അതൊരു കാന്റിലിവർ ആണെന്ന് പറയുന്നു. അതിന്റെ അങ്ങേ അറ്റത്ത്, അതായത് ഫ്രീ എൻഡിൽ ഒരു ലോഡ് ഉണ്ട്. ആ ലോഡ് ഉണ്ട്, സ്പാൻ ഉണ്ട്. അപ്പം അതിന്റെ മാക്സിമം മൊമെന്റ് അല്ലെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എത്രയായിരിക്കും? നമ്മൾ കഴിഞ്ഞ എൻ്റയർ മൊഡ്യൂളിൽ ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രോ ഷിയർ ഫോഴ്സ് ഡയഗ്രോ വരയ്ക്കാൻ പറഞ്ഞിരുന്നു. ആ സമയത്ത് നമ്മൾ ചെയ്തിരുന്ന പ്രോബ്ലമാണ് കാന്റിലിവർ വിത്ത് പോയിന്റ് ലോഡ് അറ്റ് ഫ്രീ എൻഡ്. സോ ആ ഒരു കേസിൽ നമുക്ക് മൊമെന്റിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏറ്റവും മാക്സിമം ആയിട്ട് ആ ബീമിൽ വരുന്ന മൊമെന്റ് എത്രയാണ്. സോ ആ ഒരു അപ്രോച്ചിലാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുക. സോ ആദ്യം മൊമെന്റ് കണ്ടുപിടിക്കും, ദെൻ സെക്ഷൻ മോഡുലസ് കണ്ടുപിടിക്കും. അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞതുപോലെ ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേഷൻ ആണ്. എങ്ങനെയാണ് ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിന് ശേഷവും പറഞ്ഞിരുന്നു കുറച്ച് ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻസ് നമ്മൾ ഓർത്തിരിക്കണം. ഇതൊരു സ്റ്റാൻഡേർഡ് കേസാണ്, കാന്റിലിവർ ബീം വിത്ത് പോയിന്റ് ലോഡ് അറ്റ് ഫ്രീ എൻഡ്. നമ്മൾ അന്ന് വരച്ചിരുന്ന ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഇതായിരുന്നു. അപ്പൊ അതിന്റെ ലോഡിന്റെ തൊട്ട് താഴെ 0 ആണ് ബെൻഡിങ് മൊമെന്റ്. അത് ഇൻക്രീസ് ചെയ്ത് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഒരു കാന്റിലിവറിൽ വരുന്നത് അതിന്റെ സപ്പോർട്ടിലായിരിക്കും എന്ന് നമ്മൾ പഠിച്ചു, അല്ലെ? ഈ ഒരു ബീമിന്റെ കേസിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഈ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ബെൻഡിങ് മൊമെന്റിനേക്കാൾ കൂടുതലാവാൻ പാടില്ല എന്നർത്ഥം? 0 ചേഞ്ച് ഇല്ല. ഇപ്പൊ ഇതിലെ ഏതൊരു പോയിന്റ് എടുത്താലും ഈ ഒരു ബെൻഡിങ് മൊമെന്റിനേക്കാളും കുറവായിരിക്കും. ഈ ബീമിൽ ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് PL ആണ്. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലത്തിൽ നമ്മൾ എപ്പോഴും എടുക്കുക ആ ബീമിൽ വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ ആയിരിക്കും. സോ ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത് PL ആണ്. P എന്ന് പറഞ്ഞാൽ ലോഡ്, L എന്ന് പറഞ്ഞാൽ സ്പാൻ. ഓക്കെ, സോ ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേഷൻ ആണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. വാട്ട് ഈസ് ബെൻഡിങ് മൊമെന്റ് ഫോർ എ കാന്റിലിവർ വിത്ത് പോയിന്റ് ലോഡ് അറ്റ് ദ ഫ്രീ എൻഡ്? മാക്സിമം ബെൻഡിങ് മൊമെന്റ് M is equal to PL നമ്മളിപ്പോ പറഞ്ഞു. ഇവിടെ 0 ആണ്, ഇൻക്രീസ് ചെയ്ത് PL വരെ എത്തുന്നു. സോ മാക്സിമം ബെൻഡിങ് മൊമെന്റ് occurs at the support and the value is PL. Now substitute the values. P നമുക്കറിയാം 2 കിലോ ന്യൂട്ടൺ ആണ്. സ്പാൻ നമുക്കറിയാം 2 മീറ്റർ ആണ്. സോ 2 into 2 you will get 4 കിലോ ന്യൂട്ടൺ മീറ്റർ. That is the bending moment acting in this beam. മാക്സിമം വരുന്ന ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് 4 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്.
ഈ ഒരു കേസിൽ നമുക്ക് ലോഡ് തന്നു, ആ ലോഡിൽ നിന്ന് നമ്മൾ മാക്സിമം ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, അടുത്തത് നമുക്ക് എം കിട്ടി. ഇനി എന്താ വേണ്ടത്? സെഡ് ആണ് വേണ്ടത് അല്ലെ. സെഡ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ മോഡുലസ് ആണ്. സെക്ഷൻ മോഡുലസിന്റെ ഇക്വേഷൻ ഐ ബൈ വൈ മാക്സ്. സോ നിങ്ങൾക്ക് റെക്ടാങ്കുലർ സെക്ഷന്റെ ഐ ബി ഡി ക്യൂ ബൈ 12 കണ്ടുപിടിക്കാം. എന്നിട്ട് ഡി ബൈ 2, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വൈ മാക്സ് കണ്ടുപിടിച്ച് അത് ഡിവൈഡ് ചെയ്ത സെക്ഷൻ മോഡുലസ് കിട്ടും. ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? സെക്ഷൻ മോഡുലസിന്റെ ഇക്വേഷൻ നേരിട്ട് ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. ബി ഡി സ്ക്വയർ ബൈ 6 അല്ലെ. സോ ഫോർ എ റെക്ടാങ്കുലർ സെക്ഷൻ, സെക്ഷൻ മോഡുലസ് സെഡ് ഈസ് ഈക്വൽ ടു b d square by 6. What is b here? 40. What is d here? 60. And b d square by 6 is nothing but 24,000 millimeter cube. Okay, just equation ഓർത്ത് വെച്ചാൽ മതി. ഇക്വേഷൻ ഓർത്ത് വെച്ചില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഐ ആദ്യം കണ്ടുപിടിക്കുക, ബി ഡി ക്യൂ ബൈ 12. അത് കഴിഞ്ഞ് ഡിവൈഡ് ചെയ്യുക എന്തുമായിട്ട്? വൈ മാക്സ് വെച്ച്. വൈ മാക്സ് എത്രയാണ്? ഈ സെൻട്രോയിഡ് തൊട്ട് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് അല്ലെ, ദാറ്റ് ഈസ് ഡി ബൈ 2 അല്ലെങ്കിൽ 30. അത് ഐ ബൈ വൈ മാക്സ് ചെയ്താലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ആൻസർ കിട്ടും. ഇല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഓർത്ത് വെച്ച് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. അപ്പൊ നമുക്ക് എമ്മും കിട്ടി, സെഡും കിട്ടി. വാട്ട് വി നീഡ് ടു ഫൈൻഡ്? സ്ട്രെസ് അറ്റ് ദ ഫെയിലിയർ. സോ സ്ട്രെസ് അറ്റ് ഫെയിലിയർ ഈസ് നത്തിങ് ബട്ട് എഫ് മാക്സ് വിച്ച് ഈസ് എം ബൈ സെഡ് അല്ലെ. എം ഈസ് ഈക്വൽ ടു എഫ് സെഡ് ആണ്. സോ എഫ് ഈസ് ഈക്വൽ ടു എം ബൈ സെഡ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 4 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്, സെഡ് മില്ലിമീറ്റർ ക്യൂബിലാണ്. സോ ഞാൻ ജസ്റ്റ് ഈ കിലോ ന്യൂട്ടൺ മീറ്ററിൽ എന്ത് ചെയ്യുന്നു? ന്യൂട്ടൺ മില്ലിമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് വൈ 4 into 10⁶ മറന്നു ഡിവൈഡഡ് ബൈ 24,000. യു ഗെറ്റ് ദ ആൻസർ ആസ് 166.67 Newton per mm square. So maximum stress that this beam can carry for given load. അതായത് 2 കിലോ ന്യൂട്ടൺ ലോഡ് വന്നാൽ ഈ ബീമിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത് 166.67 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ്. ഓക്കെ, ഇതാണ് ആ ബീമിൽ വരാൻ സാധ്യതയുള്ള മാക്സിമം സ്ട്രെസ്. ഇനി സാധാരണ ഇങ്ങനെ ഒരു സ്ട്രെസ്സിന്റെ പ്രോബ്ലം ചോദിച്ചാൽ നിങ്ങൾ അവസാനം എന്ത് ചെയ്യണം? ഒരു സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരയ്ക്കണം. സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം കുറിച്ച് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. യൂഷ്വലി ന്യൂട്രൽ ആക്സിസിൽ 0 ആയിരിക്കണം, എക്സ്ട്രീം ഫൈബറിലായിരിക്കും ബെൻഡിങ് സ്ട്രെസ് ഏറ്റവും മാക്സിമം. ഇപ്പോൾ സിമെട്രിക് സെക്ഷൻ ആണെങ്കിൽ ആ ബെൻഡിങ് സ്ട്രെസ് ടോപ്പിലും ബോട്ടത്തിലും സെയിം ആയിരിക്കും. അൺസിമെട്രിക് സെക്ഷൻ ആണെങ്കിൽ രണ്ട് സൈഡിലും എന്ത് ചെയ്യണം? നമ്മൾ പെർട്ടിക്കുലർ സെഡ് ഡിസ്റ്റൻസ്, സെഡ് ടോപ്പോ സെഡ് ബോട്ടോ കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞിരുന്നത് നമ്മുടെ സിലബസിൽ നമ്മൾ കവർ ചെയ്യുന്ന മുഴുവൻ സിമെട്രിക് സെക്ഷൻ ആണ്. ഇപ്പോൾ വി ഡോണ്ട് ഹാവ് ടു വറി. സോ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ വരയ്ക്കും? നമുക്ക് ആദ്യം ന്യൂട്രൽ ആക്സിസ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇവിടെ ഹോഗിങ് മൊമെന്റ് ആണ് അല്ലെ. നമ്മൾക്ക് ബെൻഡിങ് മൊമെന്റ് പറയുന്ന സമയത്ത് ക്യാൻഡിലിവർ ഹോഗിങ് മൊമെന്റ് ആണെന്നറിയാം. ഹോഗിങ് സംഭവിക്കുമ്പോൾ മുകൾ ഭാഗത്ത് എന്തായിരിക്കും? ടെൻഷൻ ആയിരിക്കും, താഴെ ഭാഗത്ത് കംപ്രഷൻ ആയിരിക്കും അല്ലെ. ന്യൂട്രൽ ആക്സിന്റെ മുകളിൽ ടെൻഷൻ ആയിരിക്കും, താഴെ ഭാഗത്ത് കംപ്രഷൻ ആയിരിക്കും. സോ നമ്മുടെ ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ കൃത്യം സെന്ററിൽ 0 ആയിരിക്കും, ന്യൂട്രൽ ആക്സിസിൽ 0 ആയിരിക്കും. ന്യൂട്രൽ ആക്സിസിന്റെ മുകളിലോട്ട് 0 ഇൻക്രീസ് ചെയ്ത് 166.7 വരെ എത്തും. ന്യൂട്രൽ ആക്സിസിന്റെ മുകളിൽ കാൻഡിലിവർ ബീമിന് ടെൻഷൻ ആണ് സംഭവിക്കുക, അതായത് ഹോഗിങ് മൊമെന്റ് ആയതുകൊണ്ട്. ന്യൂട്രൽ ആക്സിസിന്റെ താഴെ കംപ്രഷൻ ആണ് സംഭവിക്കുക. മുകളിലും താഴെയും സിമെട്രിക് സെക്ഷൻ ആയതുകൊണ്ട് സെയിം സ്ട്രെസ് വാല്യൂ ആയിരിക്കും. ദാറ്റ് ഈസ് 166.67. ഇങ്ങനെയാണ് നമ്മൾ ടിപ്പിക്കൽ ആയിട്ട് സ്ട്രെസ് കണ്ടുപിടിക്കേണ്ട പ്രോബ്ലം ചെയ്യുക. സ്ട്രെസ് കണ്ടുപിടിക്കേണ്ട പ്രോബ്ലംസിൽ നമുക്ക് തരുന്നത് അതിന്റെ ക്രോസ് സെക്ഷൻ ഡീറ്റെയിൽസ്. ഇപ്പൊ തന്നിരിക്കുന്ന 40x60 പോലെ ക്രോസ് സെക്ഷൻ ഡീറ്റെയിൽസ് തരും. അതുപോലെ ലോഡും തരും. ഓക്കെ, ലോഡ് തരും, ക്രോസ് സെക്ഷൻ ഡീറ്റെയിൽസ് തരും. ചില പ്രോബ്ലംസിന് നിങ്ങൾക്ക് മൊമെന്റ് നേരിട്ട് തരാം. അല്ലാത്ത പ്രോബ്ലംസിൽ നിങ്ങൾക്ക് ഇതുപോലെ കാൻഡിലിവർ ബീമാണ്, അതിന്റെ അറ്റത്ത് പോയിന്റ് ലോഡ് എന്ന് പറയാം. ഇതിന് ബാക്കി കാൻഡിലിവർ ബീമാണ്, അതിന് ഫുള്ള് UDL ആണെന്ന് തരാം. സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്, അതിൽ UDL ആണെന്ന് തരാം. അങ്ങനെ ബീമിന്റെ ടൈപ്പും ബീമിന്റെ ലോഡ് കേസും തരും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? മൊമെന്റ് കണ്ടുപിടിക്കണം. മൊമെന്റ് കണ്ടുപിടിക്കാൻ അവിടുത്തെ മാക്സിമം മൊമെന്റിന്റെ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞപ്പോൾ പറഞ്ഞത് നിങ്ങൾ ഈ 2-3 വാല്യൂസ് സ്റ്റാൻഡേർഡ് കേസസിന്റെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വാല്യൂസ് ഒന്ന് പഠിച്ചു വെക്കണം. സോ ഇവിടെ നമുക്ക് കാൻഡിലിവർ വിത്ത് പോയിന്റ് ലോഡ് ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ PL. ഇനി UDL ആണെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ WL²/8. അങ്ങനെ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, അത് ഓർത്ത് വെക്കുക. സോ ലോഡ് തന്നാൽ നമ്മൾ മൊമെന്റ് കണ്ടുപിടിക്കണം. ആ മൊമെന്റ് കണ്ടുപിടിക്കണം. അതുപോലെ
ക്രോസ് സെക്ഷൻ ഡീറ്റെയിൽസ് വെച്ച് സെക്ഷൻ മോഡുലസ് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മുടെ ബെൻഡിങ് ഇക്വേഷൻ വെച്ച് നമ്മൾ മാക്സിമം സ്ട്രെസ് കണ്ടുപിടിക്കും. ഇതാണ് വൺ ടൈപ്പ് ഓഫ് പ്രോബ്ലം. ഇവിടെ നമുക്കൊരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആയിരുന്നു. ഇതുപോലെ ഏത് ക്രോസ് സെക്ഷനും ചോദിക്കാം. നമ്മളിപ്പോ നേരത്തെ കണ്ട സർക്കുലർ ക്രോസ് സെക്ഷൻ ആവാം, ഹോളോ സർക്കുലർ ആവാം, ഹോളോ റെക്ടാങ്കുലർ ആവാം, ഐ സെക്ഷൻസ് ആവാം. ഇങ്ങനെ ഏത് തരത്തിലുള്ള സെക്ഷൻസും ചോദിക്കാം. അതിനനുസരിച്ച് ഈ പ്രോബ്ലംസ് മാറ്റി മാറ്റി ചോദിച്ച് നിങ്ങളോട് ചെയ്യാൻ പറയാം. സോ സെയിം പ്രൊസീജിയർ ആണ്, ജസ്റ്റ് ഡീറ്റെയിൽസ് മാത്രം മാറും. നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇതിൻ്റെ അകത്ത് എങ്ങനെ സെക്ഷൻ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ഓരോ സെക്ഷന് അറിയണം. അതുപോലെ പെർട്ടിക്കുലർ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ, ഈ ബീമിന് ഇന്ന ലോഡിംഗ് കേസിന് എന്ത് ബെൻഡിങ് മൊമെന്റ് ആണ് മാക്സിമം വരിക എന്ന് അറിഞ്ഞിരിക്കണം. അത് രണ്ടും അറിഞ്ഞാൽ ജസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം. സെക്കൻഡ് പ്രോബ്ലം സെയിം കൈൻഡ് ഓഫ് പ്രോബ്ലം നമ്മൾ ഒരു ഐ സെക്ഷൻ വെച്ച് ചെയ്തു നോക്കാം. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദർ ഇസ് എ ബീം ഓഫ് ഐ സെക്ഷൻ which is 300 mm into 120 mm, which has flanges 20 mm thick and web 10 mm thick, and will be having the maximum stress I section for a bending moment of 30 kilonewton meter. Okay, തന്നിരിക്കുന്ന ഒരു ഐ സെക്ഷന്റെ സെക്ഷൻ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇവിടെ മൊമെന്റ് തന്നിട്ടുണ്ട്. ആ ബീമിൽ ഏതോ ഒരു ലോഡിംഗ് കേസിൽ ഏതോ ഒരു ടൈപ്പ് ഓഫ് ബീമിൽ വരുന്ന ബെൻഡിങ് മൊമെന്റ് മാക്സിമം എന്ന് പറയുന്നത് 30 കിലോന്യൂട്ടൺ മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നേരിട്ട് നിങ്ങൾക്ക് മൊമെന്റ് തന്നു, അതൊരു സാഗിങ് മൊമെന്റും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ മൊമെന്റിന് ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം സ്ട്രെസ് ആ ബീമിൽ എന്തായിരിക്കാം എന്നാണ് ഈ ക്വസ്റ്റ്യൻ. നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഇവിടെ ആദ്യം സെക്ഷൻ വരയ്ക്കണം അല്ലെ. ഇവിടെയും 120 into 300 അല്ലെങ്കിൽ 300 into 20 mm ഐ സെക്ഷൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. യൂഷ്വലി നമ്മൾ ഐ സെക്ഷൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാറില്ല. ഐ സെക്ഷൻ റെപ്രസെന്റ് ചെയ്യുക അതിന്റെ വെബിന് ഇത്ര നീളമാണ്, ഫ്ലേഞ്ചിന് ഇത്ര നീളമാണ്. വെബ് 120 into 20 ആയിരിക്കാം, ഫ്ലേഞ്ച് 300 into 20. അങ്ങനെ വെബിന്റെയും ഫ്ലേഞ്ചിന്റെയും ഡയമെൻഷൻസ് സെപ്പറേറ്റ് ആയിട്ടാണ് തരിക. ചില പ്രോബ്ലംസിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയാൽ ഇങ്ങനെ കാണുന്നുണ്ട് 300 mm into 120 mm എന്ന് ജനറൽ ആയിട്ട് ഏതാണ് വെബാണ് ഫ്ലേഞ്ച് ആണെന്നൊന്നും പറയാറില്ല. യൂഷ്വലി ഒരു ഐ സെക്ഷൻ എടുത്താൽ ഐ സെക്ഷന്റെ ഫ്ലേഞ്ച് ആയിരിക്കും കുറവ്. ഓക്കെ, ഇവിടെ 120 300 ഉണ്ട്. അപ്പൊ 300 ഡെപ്ത് ആയിട്ട് എടുക്കുക, 120 എന്നുള്ളത് ഫ്ലേഞ്ച് വിഡ്ത്ത് ആയിട്ട് എടുക്കുക. ഓർത്തിരിക്കുക. ഇപ്പൊ 300 into 120 തന്നു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് വെബോ ഫ്ലേഞ്ച് എന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാണോ അത് ഓവറോൾ ഡെപ്ത് എടുക്കുക, ചെറിയ വാല്യൂ എടുത്തിട്ട് ഫ്ലേഞ്ച് വിഡ്ത്ത് ആയിട്ട് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 300 ഡെപ്ത്, 120 വിഡ്ത്ത്. ഇനി ഫ്ലേഞ്ചിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 20 mm ആണ്. രണ്ട് ഫ്ലേഞ്ചിനും 20 mm തിക്നെസ്, വെബിന് 10 mm ആണ്. Now we have to calculate the maximum stress developed for a bending moment of 30 kilonewton. So സെക്ഷണൽ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് വേറെ എന്ത് തന്നിട്ടുണ്ട്? ബെൻഡിങ് മൊമെന്റ് തന്നിട്ടുണ്ട്. ബെൻഡിങ് മൊമെന്റ് M is equal to 30 kilonewton meter. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. സോ ക്രോസ് സെക്ഷൻ തന്നു, ബെൻഡിങ് മൊമെന്റ് തന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്ട്രെസ് ആണ്. ആ സ്ട്രെസ് മാക്സിമം സ്ട്രെസ് ആണ് അല്ലെ. മാക്സിമം സ്ട്രെസ് എവിടെ ഉണ്ടാവുക? ഫാർദസ്റ്റ് ഫൈബറിലാണ് അല്ലെ. സോ ബെൻഡിങ് ഇക്വേഷൻ എടുത്തു. M/I is equal to F/Y is equal to E/R. ഇവിടെ ഇയും ആറും നമുക്ക് റെലവൻസ് ഇല്ല. സോ ആദ്യത്തെ രണ്ട് പാർട്ട് എടുത്തു കഴിഞ്ഞാൽ M is equal to F max into I/Y max, where M is equal to F max into Z. നേരത്തെ നമ്മൾ കണ്ട ഇക്വേഷൻ. അവിടെ ഫെയിലിയർ ആയിരുന്നുകൊണ്ടാണ് നമ്മൾ പെർമിസിബിൾ എടുത്തത്. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 30 കിലോന്യൂട്ടൺ മീറ്റർ മൊമെന്റിന് വരാൻ സാധ്യതയുള്ള മാക്സിമം സ്ട്രെസ് എന്താണെന്ന് അല്ലെ. 30 കിലോന്യൂട്ടൺ M നമുക്ക് തന്നിട്ടുണ്ട്. സെഡ് ക്രോസ് സെക്ഷൻ വെച്ച് കണ്ടുപിടിക്കാം. നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? മാക്സിമം സ്ട്രെസ്. എന്തുകൊണ്ടാണ് സെഡ് എടുത്തതിന്റെ കാരണം എന്താ? ഏറ്റവും ഫാർദസ്റ്റ് ഫൈബറിലാണ് എന്തുണ്ടാവുക? മാക്സിമം സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുക അല്ലെ. നമുക്ക് ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ അറിയാം. 0 തൊട്ട് ടോപ്പിലോ ബോട്ടത്തിലോ ആയിരിക്കും ഫാർദസ്റ്റ് ഉണ്ടാവുക. ഇവിടുത്തെ കേസ് പറയുകയാണെങ്കിൽ സിമെട്രിക് ഐ സെക്ഷൻ ആണ്. സിമെട്രിക് ഐ സെക്ഷൻ ആയതുകൊണ്ട് ഏറ്റവും ടോപ്പ് ഫൈബറിലും ഏറ്റവും ബോട്ടം ഫൈബറിലും സെയിം സ്ട്രെസ് ആയിരിക്കും വരിക. സോ നമ്മൾ ഒരു ഇക്വേഷൻ മാത്രം കൺസിഡർ ചെയ്യുന്നു. സോ M is equal to F max into Z എന്ന് നമുക്കറിയാം. ഇതിൽ എമ്മിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് Z. ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ പ്രോബ്ലം ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. ഒരു ഐ സെക്ഷൻ സിമെട്രിക് ആണെങ്കിൽ അതിന്റെ Z എങ്ങനെ കണ്ടുപിടിക്കുക എന്നല്ലേ. സോ ബീങ് സിമെട്രിക്, ന്യൂട്രൽ ആക്സിസ് ഈസ് ഹാഫ് ഡെപ്ത് അല്ലെ. ഒരു സിമെട്രിക് ഐ സെക്ഷൻ ആണ്. സിമെട്രിക് ഐ സെക്ഷൻ ആണെങ്കിൽ അതിന്റെ ന്യൂട്രൽ ആക്സിസ് എവിടെയായിരിക്കും? കൃത്യം ഡെപ്തിന്റെ പകുതിയിലായിരിക്കും എന്ന് നമുക്കറിയാം. സോ Y max എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആയിരിക്കും. ഒന്നെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആവാം,
അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആവാം. രണ്ടും സെയിം ആവാനുള്ള കാരണം ഇത് സിമെട്രിക് ആയതുകൊണ്ട്. ടോപ്പിലും ബോട്ടത്തിലും ഒരേ സ്ട്രെസ് ആണ് വരിക. ഇൻ കേസ് ഇത് അൺസിമെട്രിക് ആയിരുന്നെങ്കിൽ ഇവിടെ ഒരു വൈ ഉണ്ടാവും, ഇവിടെ ഒരു വൈ ഉണ്ടാവും. രണ്ട് കേസിലും നമ്മൾ സെഡ് കണ്ടുപിടിക്കേണ്ടി വരും. എന്നിട്ട് ടെൻഷനും കംപ്രഷനും സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ടി വരും. ഈ ഒരു കേസിൽ ടെൻഷൻ വാല്യൂ കംപ്രഷൻ വാല്യൂ സെയിം ആയിരിക്കും, കാരണം സിമെട്രിക് സെക്ഷൻ ആയതുകൊണ്ട്. നമുക്ക് സിമെട്രിക് സെക്ഷനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈ മാക്സ് എടുക്കുന്നു, ന്യൂട്രൽ ആക്സിസിൽ നിന്ന് വൈ മാക്സ്, ടോപ്പോ ബോട്ടോ ഏതായിക്കോട്ടെ, ഞാൻ തൽക്കാലം ടോപ്പിലോട്ടുള്ള ഡിസ്റ്റൻസ് വൈ മാക്സ് എന്ന് പറഞ്ഞ് എടുക്കുന്നു. ഓക്കെ, സോ ബീങ് സിമെട്രിക് ന്യൂട്രൽ ആക്സിസ് ഈസ് അറ്റ് ഹാഫ് ഡെപ്ത് ആണല്ലോ. സോ അതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തത്. സോ 300/2 വൈ മാക്സ് എന്ന് പറയുന്നത് 300/2 ആയിരിക്കും, 150 ആയിരിക്കും. നമുക്കറിയാം ഈ ഒരു ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഫാർദസ്റ്റ് ഫൈബറിലോട്ടുള്ള ഡിസ്റ്റൻസ്, അതാണ് വൈ മാക്സ്. വൈ മാക്സ് ഈസ് ഈക്വൽ ടു 300/2 വിച്ച് ഈസ് 150 m. ഇത് നമുക്കറിയാം. നൗ മൊമെന്റ് ഓഫ് ഇനേഷ്യ. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈസ് നത്തിങ് ബട്ട്, എങ്ങനെ ഒരു സിമെട്രിക് ഐസെക്ഷനെ കണ്ടുപിടിക്കാം? വലിയ റെക്ടാങ്കിളുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ മൈനസ് ഈ രണ്ട് ചെറിയ റെക്ടാങ്കിളുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. BD³/12 മൈനസ് 2BD³/12, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 120 × 300³/12 മൈനസ് 2 ഇൻറ്റു ഇത് 120, ഇത് 10. സോ 120 മൈനസ് 10 എന്ന് പറഞ്ഞാൽ ഈ ഫ്ലേഞ്ചിന്റെ അടിയിലുള്ള വെബ് ഇല്ലാത്ത ടോട്ടൽ ഏരിയ കിട്ടി. ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ ഈ ഒരു റെക്ടാങ്കിളുടെ മാത്രം ഏരിയ കിട്ടി. സോ 120 മൈനസ് 10/2 ഇൻറ്റു ഈ ഡെപ്ത് 260³ ഡിവൈഡഡ് ബൈ 12. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത അതേ സ്റ്റെപ്സ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 10.88 × 10⁻⁷ mm⁻⁴. ഇതാണ് ആ ഒരു പെർട്ടിക്കുലർ ഐ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. സോ ഐ കിട്ടി, വൈ മാക്സ് കിട്ടി, നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സെക്ഷൻ മോഡുലസ് കണ്ടുപിടിക്കാം അല്ലെ. സെക്ഷൻ മോഡുലസ് ഈസ് നത്തിങ് ബട്ട് ഐ ബൈ വൈ മാക്സ്. സോ സെക്ഷൻ മോഡുലസ് ഐ ബൈ വൈ മാക്സ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ 72.53 ഇൻറ്റു 10⁻⁴ mm³ എന്ന് കിട്ടി. സോ ഐ കണ്ടുപിടിച്ചു, വൈ മാക്സ് കണ്ടുപിടിച്ചു, ഐ ബൈ വൈ മാക്സ് ചെയ്തപ്പോൾ സെക്ഷൻ മോഡുലസ് കിട്ടി. Now you have section modulus Z in your hand, moment M in your hand. What you can find? Maximum stress. Maximum stress F max is equal to M by Z, which is equal to M in substitute here, Z in substitute here. You will get the answer as 41.36 Newton per mm square. Okay. കഴിഞ്ഞ പ്രോബ്ലവും ഈ പ്രോബ്ലവും സിമിലർ ആണ്. ജസ്റ്റ് ഇത് ഒന്നുകൂടെ ചെയ്തതിന് കാരണം നമുക്ക് രണ്ട് രീതിയിലും ചോദിക്കാം, ഏത് സെക്ഷൻസ് വേണമെങ്കിലും ചോദിക്കാം. നേരത്തെ ഒരു റെക്ടാങ്കുലർ സെക്ഷൻ ആയിരുന്നു, ഇതൊരു ഐ സെക്ഷൻ ആണ്. നിങ്ങളോട് ഹോളോ സർക്കുലറോ ഹോളോ റെക്ടാങ്കുലറോ ഏത് ടൈപ്പ് സെക്ഷൻസിന്റെ വെള്ളം പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇവിടെ മൊമെന്റ് തന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രോബ്ലത്തിന് മൊമെന്റ് തന്നിരുന്നില്ല, മൊമെന്റിന് പകരം തന്നിരുന്ന ലോഡും ബീമിന്റെ കണ്ടീഷൻസ് ഒക്കെ ആയിരുന്നു. അത് വെച്ച് നിങ്ങൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ ഏത് ബീമിന്റെ കണ്ടീഷൻസ് തരാം, അത് വെച്ച് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സ്ട്രെസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു സ്ട്രെസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് അതിന്റെ ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രം ഒന്ന് വരയ്ക്കാം. ഇവിടെ സാഗിങ് മൊമെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സാഗിങ് ആണെങ്കിൽ ന്യൂട്രൽ ആക്സിസിന്റെ മുകളിൽ കംപ്രഷൻ ആയിരിക്കും, ന്യൂട്രൽ ആക്സിസിന്റെ താഴെ ടെൻഷൻ ആയിരിക്കും, നമുക്കറിയാം. സോ കംപ്രഷൻ, ടെൻഷൻ. ഇവിടെ സിമെട്രിക് സെക്ഷൻ ആണ്, ടോപ്പിലും ബോട്ടത്തിലും സെയിം സ്ട്രെസ് വാല്യൂ ആയിരിക്കും, 41.36, 41.36. ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് കൈൻഡ് ഓഫ് പ്രോബ്ലം. ഇനി അടുത്തത് കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്, നമുക്ക് നോക്കാം. എ സ്റ്റീൽ സ്ട്രിപ്പ് 30 mm thick is bent around a circular drum of 3.6 meter diameter. Calculate maximum stress due to bending. E is equal to 200 kN per mm square. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു സ്റ്റീൽ സ്ട്രിപ്പ് ഉണ്ട്, സ്റ്റീലിന്റെ ഒരു സ്ട്രിപ്പ് ഉണ്ട്. ആ സ്റ്റീൽ സ്ട്രിപ്പിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 30 മില്ലിമീറ്റർ ആണ്. നിങ്ങൾക്കാണ്, ഇതാണ് ആ സ്റ്റീൽ സ്ട്രിപ്പ്, അതിന്റെ തിക്നെസ് 30 മില്ലിമീറ്റർ ആണ്. ഇനി പറയുന്നത് 3.6 മീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു ഡ്രം ഉണ്ട്. ഡ്രം എന്ന് പറഞ്ഞ ഒരു സിലിണ്ടർ പോലെ ഇരിക്കുന്ന, നിങ്ങൾക്കറിയാം ഡ്രം, നിങ്ങൾ കണ്ടിട്ടുള്ളത്, ഒരു സിലിണ്ടറിക്കൽ ഡ്രം ഉണ്ട്. ആ ഡ്രമ്മിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 3.6 മീറ്റർ ആണ്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ സ്റ്റീൽ സ്ട്രിപ്പ് ഉണ്ടല്ലോ, ഈ സ്റ്റീൽ സ്ട്രിപ്പിനെ വളച്ചിട്ട് ഈ ഡ്രമ്മിന്റെ ചുറ്റും ആഡ് ചെയ്യും. ഈ സ്റ്റീൽ സ്ട്രിപ്പിനെ വളച്ച് ഡ്രമ്മിന്റെ ചുറ്റും ആഡ് ചെയ്യും. ഇങ്ങനെ ചെയ്യും. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ഡ്രം.
ആ ഡ്രമ്മിന്റെ ചുറ്റും ഈ സ്റ്റീൽ സ്ട്രിപ്പിനെ വളച്ചു വെക്കുന്നു. ഓക്കെ, മനസ്സിലായല്ലോ? ഇത് ഡ്രം, ആ ഡ്രമ്മിന്റെ ചുറ്റും ഈ സ്റ്റീൽ സ്ട്രിപ്പിനെ വളച്ചു വെക്കുന്നു. വളച്ചു വെക്കുക എന്ന് വെച്ചാൽ ആക്ച്വലി എന്താ സംഭവിച്ചേ? ആ ഒരു സ്റ്റീൽ സ്ട്രിപ്പ് ബെൻഡ് ആവുകയാണ് ചെയ്യുന്നത്, അല്ലെ? നമ്മളൊരു നേരത്തെ വെറുതെ ഒരു ബീമിനെ പിടിച്ച് വളയ്ക്കുന്നത് പോലെ ഇത് ആക്ച്വലി ഒരു ബെൻഡായിട്ട് ഒരു സർക്കിൾ ആയിട്ട് ഫോം ചെയ്ത് ആ ഡ്രമ്മിന്റെ ചുറ്റും വെക്കുന്നു. സോ ബെൻഡിങ് ആണ് നടക്കുന്നത്, ഡെവലപ്പ് ചെയ്യുന്ന ബെൻഡിങ് സ്ട്രെസ് ആണ്, ആണല്ലോ. നൗ ഇവിടെ നേരത്തെ നമ്മൾ ബെൻഡിങ് ഇക്വേഷന്റെ ഡെറിവേഷന്റെ സമയത്ത് അതിന്റെ ന്യൂട്രൽ ആക്സിസ് വരച്ച ഓർമ്മയുണ്ടല്ലോ, ആ ബെൻഡ് ചെയ്ത ബീമിന്റെ നടുക്കായിരുന്നു. അതുപോലെ ഇവിടെ ബെൻഡ് ചെയ്യുന്ന ബീമിന് പകരം ഒരു സ്റ്റീൽ സ്ട്രിപ്പാണ് നമ്മൾ ബെൻഡ് ചെയ്തത്. അതിന്റെ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ആയിരിക്കും. ഓക്കെ, ഇത് സ്ട്രിപ്പ് ബെൻഡ് ചെയ്ത് ഒരു സർക്കിൾ ആക്കുന്നു, അതിന്റെ ന്യൂട്രൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും. ഓക്കെ, നൗ ഇത് ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ടാവും, അല്ലെ? നമ്മൾ ആ ബീമിന്റെ ഡെറിവേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ആ ബീം വളഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ബീമിന്റെ ന്യൂട്രൽ ആക്സിസിലോട്ട് നമ്മൾ വരച്ചതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. സോ ഇവിടുത്തെ റേഡിയസ് ഓഫ് കർവേച്ചർ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും, അല്ലെ? ഏതൊരു പോയിന്റ് എടുത്താലും റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ന്യൂട്രൽ ആക്സിസിലോട്ടായിരിക്കും റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഒരു ഡ്രം ഉണ്ടായിരുന്നു, ആ ഡ്രമ്മിന് ചുറ്റും ഒരു 30 mm തിക്കുള്ള സ്റ്റീൽ സ്ട്രിപ്പിനെ വളച്ച് ഒരു സർക്കിൾ ആയിട്ട് വെച്ച് അവർ കവറിങ് കൊടുക്കും. അതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയെങ്കിൽ ഈ ഡ്രമ്മിലല്ല, ഈ സ്റ്റീൽ സ്ട്രിപ്പിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള മാക്സിമം സ്ട്രെസ് എന്താണ്? അതാണ് ചോദ്യം. ഓക്കെ, സോ നൗ വാട്ട് ആർ ഗിവൺ? സ്റ്റീൽ സ്ട്രിപ്പ് തിക്നെസ് തന്നിട്ടുണ്ട്, 30 mm ആണ്. ഡയമീറ്റർ ഓഫ് ഡ്രം തന്നിട്ടുണ്ട് 3.6 മീറ്റർ, അതായത് 3600 millimeter. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാക്സിമം സ്ട്രെസ് ആണ്. ഓക്കെ, ഇവിടെ ലോഡും ഒന്നും തന്നിട്ടില്ല, അല്ലെ? സോ തന്നിരിക്കുന്ന ഇ ആണ്. ഇ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി 200 kN/mm². ഓക്കെ, നൗ ബെൻഡിങ് ഇക്വേഷൻ M/I × F/y is equal to E/R. ഇവിടെ M തന്നിട്ടില്ല, സോ വി വിൽ ഇഗ്നോർ ദിസ് പോർഷൻ, വി വിൽ ടേക്ക് ഓൺലി ദിസ് പോർഷൻ. നമുക്ക് ഇ തന്നിട്ടുണ്ട്, റേഡിയസ് ഓഫ് കർവേച്ചർ നമുക്ക് കാണാൻ പറ്റുന്ന ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. സോ F/y is equal to E/R എന്നുള്ള ഇക്വേഷൻ മാത്രം നമ്മൾ എടുക്കുന്നു. സോ യു ഹാവ് സ്ട്രെസ് F is equal to y into E/R. നൗ നമ്മൾ കണ്ടുപിടിക്കേണ്ട മാക്സിമം സ്ട്രെസ് ആണ്. മാക്സിമം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടായിരിക്കും? ഇതിന്റെ ഔട്ടർ ഫൈബറിലോട്ടായിരിക്കും എന്ന് നമുക്കറിയാം, അതാണ് മാക്സിമം സ്ട്രെസ്. റേഡിയസ് ഓഫ് കർവേച്ചർ നമ്മൾ പറഞ്ഞതുപോലെ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, അല്ലെ? ഈ ഡ്രമ്മിന്റെ സെന്ററിൽ നിന്ന് അതിന്റെ ന്യൂട്രൽ ആക്സിസ് വരെ അത് എത്രയായിരിക്കും? ഇതിന്റെ ഡയമീറ്റർ ബൈ 2, ഡ്രമ്മിന്റെ ഡയമീറ്റർ ബൈ 2 പ്ലസ് ഈ ഒരു സ്റ്റീൽ സ്ട്രിപ്പിന്റെ തിക്നെസ് ബൈ 2. ഡ്രമ്മിന്റെ ഡയമീറ്റർ ബൈ 2 പ്ലസ് ഈ ഒരു സ്ട്രിപ്പിന്റെ തിക്നെസ് ബൈ 2. സോ ഡി ബൈ 2 പ്ലസ് ടി ബൈ 2. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് കേട്ടോ റേഡിയസ് ഓഫ് കർവേച്ചർ. സോ അതാണ് ഡി ബൈ 2 പ്ലസ് ടി ബൈ 2. നിങ്ങൾക്ക് എത്ര കിട്ടും? 3600/2 പ്ലസ് 30/2. ഇറ്റ് കംസ് അറൌണ്ട് 1815 mm. സോ ഇതിൻ്റെ അകത്ത് റേഡിയസ് ഓഫ് കർവേച്ചർ കിട്ടി, ഈ നിങ്ങൾക്ക് അറിയാം, അല്ലെ? നെക്സ്റ്റ് വാട്ട് യു വാണ്ട്? വൈ. വാട്ട് ഈസ് വൈ? വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ മാക്സിമം സ്ട്രെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മാക്സിമം സ്ട്രെസ് നമുക്കറിയാം, ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള ഫൈബറിലായിരിക്കും മാക്സിമം സ്ട്രെസ്. നമ്മുടെ ന്യൂട്രൽ ആക്സിസ് ഇങ്ങനെയാണ്, സർക്കിൾ ആയിട്ടാണ് ഉള്ളത്. അതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും ഡിസ്റ്റൻസിലുള്ളത് ഒന്നെങ്കിൽ ഉള്ളിലോട്ട് പോവുക, ഈ ഒരു ഡയറക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇതായിരിക്കും. വാട്ട് എവർ ദ ഡിസ്റ്റൻസ് വൈ ഈസ് ദ ഡിസ്റ്റൻസ് ടു ദ ഫാർദസ്റ്റ് ഫൈബർ. സോ ഇവിടെ നിന്ന് ഫാർദസ്റ്റ് ഫൈബറിലോട്ടുള്ള ഡിസ്റ്റൻസ്, ന്യൂട്രൽ ആക്സിസിന് ഫാർദസ്റ്റ് ഫൈബറിലോട്ടുള്ള ഡിസ്റ്റൻസ്, അതാണ് വൈ എന്ന് പറയുന്നത്. വാട്ട് ഈസ് യുവർ വൈ നൗ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് thickness of the strip by 2. Y is thickness of strip by 2, which is equal to 30/2, that is 15 mm. So you got Y, you got radius of curvature, you know modulus of elasticity, you can find the maximum stress due to bending. So stress due to bending is F, which is Y E/R. Substitute all the values. 15 into 200 divided by 1850. The answer comes around 1653 Newton/mm². സോ നമ്മുടെ ബെൻഡിങ് ഇക്വേഷന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണിത്. നമ്മൾ കഴിഞ്ഞ രണ്ട് പ്രോബ്ലവും ഈ പ്രോബ്ലവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? കഴിഞ്ഞ രണ്ട് പ്രോബ്ലത്തിൽ നമുക്കൊരു ബീം ഉണ്ടായിരുന്നു, ആ ബീമിൽ ലോഡ് ചെയ്യുന്നു. ആ ബീമിന്റെ ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്. അത് സർക്കുലർ ആവാം, അത് റെക്ടാങ്കുലർ ആവാം, അത് ഐ സെക്ഷൻ ആവാം, അത് ഹോളോ സർക്കുലർ ആവാം.
ഇപ്പൊ ഹോളോ സർക്കുലർ ആയിരുന്നെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രൊസീജിയർ അല്ല ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഒരു ഹോളോ സർക്കുലർ ആണെന്ന് ഡൗട്ട് തോന്നും അല്ലെ? ഇവിടെ ഒന്നുമില്ല, ചുറ്റും ഒരു ഇതാണ്, അതൊരു ഹോളോ സർക്കുലർ സെക്ഷൻ ആണെന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നാം. പക്ഷെ ഈ പ്രോബ്ലം ആ ടൈപ്പ് പ്രോബ്ലമേ അല്ല. സോ നേരത്തെ പ്രോബ്ലത്തിൽ സെക്ഷൻ ഹോളോ സർക്കുലർ എന്ന് തന്നിരുന്നെങ്കിൽ നമുക്ക് ഹോളോ സർക്കുലർ ആയിട്ട് അതിന്റെ ചെയ്ത് സ്ട്രെസ് കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷെ ഇതൊരു ഹോളോ സർക്കുലർ സെക്ഷൻ അല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രിപ്പിനെ വളച്ച് വട്ടമാക്കി ഒരു ഡ്രമ്മിന്റെ പുറത്ത് വെക്കുന്നു. ഇപ്പൊ ആക്ച്വലി നടക്കുന്നത് ഈ സ്ട്രിപ്പിനെ ബെൻഡ് ചെയ്യാണ്. ആ ബെൻഡ് ചെയ്യുന്ന സമയത്ത് ആ സ്ട്രിപ്പിന് ബെൻഡിങ് സ്ട്രെസ് ഉണ്ടാവും. ഓക്കെ, സോ അതിന്റെ ന്യൂട്രൽ ആക്സിസ് പാസ് ചെയ്യുക ആ ബെൻഡ് ചെയ്ത സ്ട്രിപ്പിന്റെ നടുക്കൂടെ ആയിരിക്കും. വേറാസ് ഒരു ഹോളോ സർക്കുലർ സെക്ഷൻ ആണെങ്കിൽ അതിന്റെ സെൻട്രിൽ കൂടെ ആയിരിക്കും എന്ന് നമുക്കറിയാം. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സോ ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഒരു തവണ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു, അതുകൊണ്ട് മാത്രം ഡിസ്കസ് ചെയ്തതാണ്. സോ എഫ് ഇസിക്വൽ ടു വൈ ബൈ ആർ, ഇങ്ങനെ ഏത് കോമ്പിനേഷനിലും നിങ്ങൾക്ക് നമ്മുടെ ബെൻഡിങ് ഇക്വേഷനിലെ പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് വൺ അനദർ കൈൻഡ് ഓഫ് പ്രോബ്ലം. നമുക്ക് ദ ലാസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്, കൂടുതലായിട്ട് ചോദിക്കുന്ന, പരീക്ഷയ്ക്ക് കൂടുതലായിട്ട് ചോദിക്കുന്ന ലാസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം, നമ്മൾ രണ്ട് പ്രോബ്ലം ഒരെണ്ണത്തിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. ലെറ്റ് us see that problem. സോ ഇതാണ് ക്വസ്റ്റ്യൻ. There is a simply supported beam which is of span 5 meter and has a cross section of 150 mm into 250 mm. If the permissible stress is 10 Newton per mm square. Question 1. Find the maximum intensity of uniformly distributed load W it can carry. Second one, maximum concentrated load P applied at 2 meter from the left beam end. So ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത രണ്ട് പ്രോബ്ലം ഉണ്ടല്ലോ, അതിലെന്തായിരുന്നു ക്വസ്റ്റ്യൻ? നമുക്ക് ലോഡ് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ മൊമെന്റ് തന്നിട്ടുണ്ട്. ആ ലോഡും മൊമെന്റും വെച്ചിട്ട് നമ്മൾ സ്ട്രെസ് കണ്ടുപിടിക്കണം. ഓക്കെ, ലോഡും മൊമെന്റും വെച്ചിട്ട് സ്ട്രെസ് കണ്ടുപിടിക്കണം. ഈ ക്വസ്റ്റ്യനിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ നമുക്ക് ലോഡ് തന്നിട്ടില്ല, മൊമെന്റ് തന്നിട്ടില്ല, പക്ഷെ സ്ട്രെസ് തന്നിട്ടുണ്ട്. ആ ബീമിന്റെ പെർമിസിബിൾ സ്ട്രെസ് തന്നിട്ടുണ്ട്. സോ സ്ട്രെസ് വെച്ചിട്ട് നമ്മൾ ആ ബീമിൽ എത്ര ലോഡ് കൊടുക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കണം. സോ ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നേരത്തെ ലോഡ് തന്നിട്ടുണ്ടായിരുന്നു, അത് വെച്ച് സ്ട്രെസ് കണ്ടുപിടിക്കണം. ഇവിടെ സ്ട്രെസ് തന്നിട്ടുണ്ട്, അത് വെച്ച് ലോഡ് കണ്ടുപിടിക്കണം. ഇതാണ് രണ്ട് ക്വസ്റ്റ്യനും തമ്മിലുള്ള വ്യത്യാസം. ഈ ടൈപ്പ് പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. നമുക്കൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം. ഇതിൽ രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നൊരു സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് UDL ആണ്. രണ്ടാമത്തത് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് എ കോൺസെൻട്രേറ്റഡ് ലോഡ് ഇൻ ബിറ്റ്വീൻ. അങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട്. ആ രണ്ട് ടൈപ്പ് നമ്മളൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയ്ക്ക് ഒന്ന് എഴുതാം. സോ തന്നിരിക്കുന്നത് സ്പാൻ 5 മീറ്റർ ആണ് തന്നിട്ടുണ്ട്, സിംപ്ലി സപ്പോർട്ടഡ് ആണ്. വിഡ്ത്ത് 150 into 250. 150 into 250 എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ റെക്ടാങ്കുലർ സെക്ഷൻ. സോ 150 എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ആയിരിക്കും, ഡെപ്ത് ആയിരിക്കും കൂടുതൽ, ദാറ്റ് ഈസ് 250 mm. സോ എപ്പോഴും കൂടുതലുള്ള ഡെപ്ത് എടുക്കുക, കുറവുള്ളത് നമ്മൾ എന്തെടുത്തു, വിഡ്ത്ത് ആയിട്ട് എടുത്തു. സോ 150 by 250 mm ബീം ആണെന്ന് എടുത്തു. നൗ വാട്ട് എൽസ് ഈസ് ഗിവൺ? പെർമിസിബിൾ സ്ട്രെസ് തന്നിട്ടുണ്ട്. പെർമിസിബിൾ സ്ട്രെസ് 10 Newton per mm square ആണ്. എന്താണ് പെർമിസിബിൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ? ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ ബീമിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ് 10 Newton per mm square ആണ്. അതിൽ കൂടുതൽ ലോഡ് വന്നാൽ എന്ത് സംഭവിക്കും? ഈ ബീം പൊട്ടിപ്പോവും. അതാണ് പെർമിസിബിൾ സ്ട്രെസിന്റെ കൺസെപ്റ്റ് അല്ലെ? സോ മാക്സിമം 10 Newton per mm square വരെ സ്ട്രെസ് ഉണ്ടായാൽ ഇതിന് ലോഡിനെ താങ്ങാൻ പറ്റും. സോ ഇനി ലോഡ് കൊണ്ട് ഇതിൽ കൂടുതലാണ് സ്ട്രെസ് ഉണ്ടാവുന്നെങ്കിൽ ആ ബീം ഫെയിൽ ആവും. അതാണ് പെർമിസിബിൾ സ്ട്രെസ്. സോ പെർമിസിബിൾ സ്ട്രെസ് F permissible is equal to 10 Newton per mm square. അങ്ങനെയെങ്കിൽ now we are taking the bending equation M by I is equal to F by Y is equal to E by R. അതിൽ നമ്മൾ നേരത്തെ പോലെ ആദ്യത്തെ രണ്ട് പോർഷൻ എടുത്താൽ M is equal to F permissible into I by Y max, M is equal to F permissible into Z. ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഉപയോഗിക്കാം. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൊമെന്റ് അല്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലോഡാണ് അല്ലെ? മൊമെന്റ് കണ്ടാൽ ലോഡ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നമുക്കറിയാലോ. ഏതെങ്കിലും ഒരു ബീമിന്റെ കേസ് ഉണ്ടാവും, ആ കേസിൽ നിന്ന് ബെൻഡിങ് മൊമെന്റ് ഇക്വേഷനിൽ എന്തായാലും ലോഡ് ഉണ്ടാവും അല്ലെ? WL²/8 അല്ലെങ്കിൽ PL/4, P into L, ഇതിലൊക്കെ ലോഡ് ഉണ്ട്. സോ ആ ലോഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? മൊമെന്റ് കണ്ടുപിടിക്കണം. അതിനുശേഷം ആ മൊമെന്റിൽ നിന്ന് നമ്മൾ ലോഡ് കണ്ടുപിടിക്കും. അങ്ങനെയാണ് പ്രൊസീജിയർ. ഇവിടെ F പെർമിസിബിൾ തന്നിട്ടുണ്ട്, സെക്ഷൻ പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട്. സോ F പെർമിസിബിൾ അറിയാം, സെക്ഷൻ പ്രോപ്പർട്ടീസ് നമുക്കറിയാം. അതായത് സെഡ് കണ്ടുപിടിക്കാൻ BD²/6 ചെയ്താൽ മതി. അത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മൊമെന്റ് കിട്ടും. ഇനി ആ മൊമെന്റ് ഈ രണ്ട് കേസിൽ വരുന്ന മാക്സിമം മൊമെന്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യും. അത് ലോഡിനുള്ള ഇക്വേഷൻ ഉണ്ടാവും. അതിൽ വെച്ച് നമ്മൾ ലോഡ്
കണ്ടുപിടിക്കും. ഇതാണ് ഇതിന്റെ ഹോൾ പ്രൊസീജിയർ എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. Now M is equal to F permissible into Z. That is, for a rectangular section, section modulus Z നമുക്കറിയാം BD square by 6 ആണ്. ഇത് ഓർത്തിരിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, I by Y max ചെയ്യാം. സോ BD cube by 12 ചെയ്തിട്ട് D by 2, അതായത് 250 by 2 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് Z കിട്ടും. അല്ലെങ്കിൽ BD square by 6 എന്ന് ഓർത്തിരിക്കുക. സോ 150 into 250 square by 6, you get the answer as 156.25 into 10 raised to 4 millimeter cube. Just substitution ആണ്, BD square by 6. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എനിക്ക് സെക്ഷൻ മോഡുലസ് കിട്ടി. Now സെക്ഷൻ മോഡുലസ് അറിയാം, F പെർമിസിബിൾ അറിയാം അല്ലെ. F പെർമിസിബിൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, സെക്ഷൻ മോഡുലസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. സോ യു ക്യാൻ ഫൈൻഡ് ദ മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി അല്ലെ. ആ ബീം പൊട്ടുന്നതിന് മുമ്പ് മാക്സിമം ആ പർട്ടിക്കുലർ ബീമിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന മൊമെന്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി എന്ന് നമ്മൾ പറയാം. സോ മാക്സിമം മൊമെന്റ് ദാറ്റ് ദ സെക്ഷൻ ക്യാൻ ക്യാരി സേഫ്ലി ഈസ് പെർമിസിബിൾ സ്ട്രെസ് ഇൻടു സെക്ഷൻ മോഡുലസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. So M is equal to F permissible into Z, which is equal to 10. This is not actually, yeah, this is 10 into 156.2 into 10 raised to 4. So 10 into 156.25 into 10 raised to 4. അതാണ് bending moment maximum, that is 15.625 into 10 raised to 6 Newton meter. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന യൂണിറ്റ്സ് ശ്രദ്ധിക്കുക. ഇത് ആക്ച്വലി ന്യൂട്ടൺ മീറ്റർ അല്ല, ന്യൂട്ടൺ മില്ലിമീറ്റർ ആണ്. ജസ്റ്റ് 1 second. ന്യൂട്ടൺ മില്ലിമീറ്റർ ആണ്. സോ 115.625 into 10 raised to 6 ന്യൂട്ടൺ മില്ലിമീറ്റർ ആണ് മാക്സിമം മൊമെന്റ് ദാറ്റ് ദ സെക്ഷൻ ക്യാരി സേഫ്ലി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. സോ നമുക്ക് നമ്മുടെ കയ്യിൽ ആ പെർട്ടിക്കുലർ സെക്ഷനിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന മാക്സിമം മൊമെന്റ് ഉണ്ട്. അതുപോലെ സെക്ഷൻ മോഡുലസും കിട്ടി. സോ മൊമെന്റ് കിട്ടി, സെക്ഷൻ മോഡുലസ് കിട്ടി, പെർമിസിബിൾ സ്ട്രെസ് ഒക്കെ അറിയാം. നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഈ ഒരു പെർട്ടിക്കുലർ മൊമെന്റ് അതിന് താങ്ങാൻ പറ്റുമെങ്കിൽ ഈ പെർട്ടിക്കുലർ കണ്ടീഷൻസിൽ ഒന്നൊരു സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് UDL, ഒന്നൊരു സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് പോയിന്റ് ലോഡ്, ഈ രണ്ട് കേസിലും അതിനെടുക്കാൻ പറ്റുന്ന മാക്സിമം ലോഡ് എത്രയാണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ. സോ രണ്ട് കേസ് ആയിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുക. ഒന്നാമത്തെ കേസ്, മാക്സിമം ഇന്റൻസിറ്റി ഓഫ് UDL ദാറ്റ് ദ ബീം ക്യാൻ ക്യാരി സേഫ്ലി എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL ആണ്. ആ UDLന്റെ വാല്യൂ W ആണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഫോർ ദാറ്റ് W? ഇതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ. നമ്മൾ പെർമിസിബിൾ സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വരാൻ സാധ്യതയുള്ള മാക്സിമം മൊമെന്റ് കണ്ടുപിടിച്ചു. ആ മാക്സിമം മൊമെന്റ് വരാൻ ഇനി ഈ കേസിലാണെങ്കിൽ എത്ര ലോഡ് എടുക്കാം, അതാണ് ക്വസ്റ്റ്യൻ. സോ ആ ലോഡിനുള്ള കേസ് ഇതാണ്. UDL ത്രൂ ഔട്ട് സ്പാൻ W ആണെങ്കിൽ ആ ബീമിന് വരാൻ പോകുന്ന മാക്സിമം ഇന്റൻസിറ്റി ഓഫ് UDL എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമുക്ക് മൊമെന്റ് ഓൾറെഡി അറിയാം അല്ലെ. ഈ ബീമിന് എടുക്കാൻ പറ്റുന്ന മാക്സിമം മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിയിങ് UDL, അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നമുക്ക് ഓർമ്മയുണ്ടാവും. ഇങ്ങനെയായിരുന്നു വന്നത്, ഇവിടെ 0, ഇവിടെ 0. അപ്പൊ മാക്സിമം ഈ ബീമിൽ വരാൻ പറ്റുന്ന ബെൻഡിങ് മൊമെന്റ് എത്രയാ, WL²/8. സോ ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിയിങ് UDL, ബെൻഡിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു WL²/8 ആണല്ലോ. നൗ നിങ്ങൾക്ക് സ്പാൻ അറിയാം, നിങ്ങൾക്ക് മൊമെന്റ് അറിയാം, W മാത്രം കണ്ടുപിടിച്ചാൽ പോരെ. ദാറ്റ് ഈസ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. സോ W into 5000²/8. W നമുക്കറിയില്ല, പക്ഷെ സ്പാന് 5 മീറ്റർ എന്ന് വന്നിട്ടുണ്ട്. അതിന് ഞാൻ മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. 5000²/8. ഇനി വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മൊമെന്റ്, അത് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ബീമിൽ വരാൻ പറ്റുന്ന മാക്സിമം മൊമെന്റ് എന്ന് പറഞ്ഞാൽ F പെർമിസിബിൾ ഇൻടു Z ആയിരുന്നു. ദാറ്റ് ഈസ് 15.625 into 10 raised to 6. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ലോഡ് കണ്ടുപിടിക്കാം. ഹെൻസ് മാക്സിമം ഇന്റൻസിറ്റി ഓഫ് ലോഡ് ദ ബീം ക്യാൻ ക്യാരി ഈസ്, ജസ്റ്റ് ഒന്ന് റീഷഫിൾ ചെയ്യുക, 15.625 into 10 raised to 6 into 8 by 5000². You will get the answer as 5 Newton per meter or 5 kilonewton per meter. So 10 Newton per mm² പെർമിസിബിൾ സ്ട്രെസ് റീച്ച് ചെയ്യാൻ ആ ബീമിന് എടുക്കാൻ പറ്റുന്ന മാക്സിമം ലോഡ് എന്ന് പറഞ്ഞാൽ 5 kilonewton per meter ആണ്. ഇതിനേക്കാൾ ലോഡ് കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, ആ ബീം ഫെയിൽ ആവും. സോ മാക്സിമം പോസിബിൾ ലോഡ് ദ ബീം ക്യാൻ ക്യാരി ഈസ് 5 kilonewton per meter ഫോർ ദിസ് പെർട്ടിക്കുലർ കണ്ടീഷൻ. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത്, മാക്സിമം പോയിന്റ് ലോഡ് P അപ്ലൈഡ് അറ്റ് 2 meter ഫ്രം ദ ലെഫ്റ്റ് സപ്പോർട്ട് ദാറ്റ് ദ ബീം ക്യാൻ ക്യാരി സേഫ്ലി. സോ ഇതാണ് നമ്മുടെ ബീം. ആ ബീമിൽ 2 മീറ്റർ ഇപ്പുറത്ത് ഒരു P എന്ന് പറഞ്ഞ ലോഡ് ഉണ്ടെങ്കിൽ
ആ ലോഡ് എത്രയായിരിക്കാം ഈ ബീം ഫെയിൽ ആവാതിരിക്കാൻ. ഓക്കെ, ഇതേപോലെ തന്നെ ഇവിടെ UDL ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ ഈ P ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇതിന്റെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് അറിയണം അല്ലേ. ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് കേസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് കേസ് ആയിട്ട് ചെയ്ത സമയത്ത് അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഇങ്ങനെയായിരുന്നു വന്നത്. സോ ആ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ മാക്സിമം വാല്യൂ വരുന്നത് ഈ ലോഡിന്റെ അടിയിലാണ് അല്ലേ. So maximum bending moment is PAB by L for this particular load case. PAB by L. So M is equal to PAB by L. A ന്റെ വാല്യൂ അറിയാം, B ന്റെ വാല്യൂ അറിയാം, L ന്റെ വാല്യൂ അറിയാം. നമുക്കറിയാത്ത എന്താണ്? P മാത്രമേ ഉള്ളൂ. സോ P നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. So just substitute ചെയ്യുക. P into 2000 into 3000 by 5000. ഞാനെല്ലാം 2, 3, 5 എന്നുള്ളതിനെ മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് ഇവിടെ ചെയ്തത്. സോ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ദ മൊമെന്റ് വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഈ ലോഡ് വെച്ചിട്ട് വരാൻ പറ്റുന്ന മാക്സിമം, ഈ സ്ട്രെസ്സിന് മാക്സിമം വരാൻ പറ്റുന്ന മൊമെന്റ് ആണ് M. അതാണ് 15.625 into 10 raised to 6. സോ യു സബ്സ്റ്റിറ്റ്യൂട്ട് ഓൾ ദ വാല്യൂസ്, യു വിൽ ഗെറ്റ് ദ ലോഡ് ആസ്, ഇനി ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ 13.02 കിലോ ന്യൂട്ടൺ എന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതാണ് സെക്കൻഡ് കൈൻഡ് ഓഫ് പ്രോബ്ലം. ഞാൻ 2 പ്രോബ്ലം ഒരുമിച്ച് ഒരു പ്രോബ്ലത്തിൽ ചെയ്തതേ ഉള്ളൂ. സാധാരണ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടൈപ്പ് ആയിരിക്കും ചോദിക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് സ്ട്രെസ് തന്നിട്ടുണ്ട്. ഓക്കെ, സ്ട്രെസ് തന്നിട്ടുണ്ട്. ആ സ്ട്രെസ് വെച്ച് നിങ്ങൾ ആ സ്ട്രെസ്ഡ് ആവാൻ എത്ര ലോഡ് മാക്സിമം വരാം, ബീം ഫെയിൽ ആവാതിരിക്കാൻ എത്ര ലോഡ് വരാമെന്നാണ് കണ്ടുപിടിക്കുന്നത്. അതിനെന്താ ചെയ്യേണ്ടത്? ആദ്യം സ്ട്രെസ് കിട്ടി, സ്ട്രെസ് തന്നിട്ടുണ്ട്, നമ്മുടെ സെക്ഷൻ പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട്. അപ്പൊ സെക്ഷൻ പ്രോപ്പർട്ടീസ് വെച്ച് സെക്ഷൻ മോഡുലസ് കണ്ടുപിടിക്കാം. ഇനി നമുക്കറിയാം ഒരു പെർട്ടിക്കുലർ പെർമിസിബിൾ സ്ട്രെസ് ഉണ്ടെങ്കിൽ ആ സ്ട്രെസ് വരുന്ന സമയത്ത് മാക്സിമം ആ ബീമിന് എത്ര മൊമെന്റ് എടുക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കാൻ ബെൻഡിങ് ഇക്വേഷൻ ഉപയോഗിക്കാം. ദാറ്റ് ഈസ് M is equal to F permissible into Z. സോ F പെർമിസിബിളിന്റെ വാല്യൂ അറിയാം, സെഡിന്റെ വാല്യൂ അറിയാം. ജസ്റ്റ് ബെൻഡിങ് മൊമെന്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബെൻഡിങ് മൊമെന്റ് നമുക്ക് കിട്ടി. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ ബെൻഡിങ് മൊമെന്റ് അല്ല കണ്ടുപിടിക്കേണ്ടത്, എത്ര ലോഡ് വരുക എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ ബെൻഡിങ് മൊമെന്റ് പെർട്ടിക്കുലർ ബീമിന്റെ പെർട്ടിക്കുലർ ലോഡ് കേസിൽ മാക്സിമം എത്രയാണെന്ന് നമ്മൾ പഠിച്ചു വെക്കുന്നുണ്ട്. സോ പഠിച്ചു വെച്ചിരുന്ന സമയത്ത് ഇവിടെ ഒരു UDL സിംപിളി സപ്പോർട്ടഡ് ആണെങ്കിൽ WL²/8 ആണ്. സോ അതിൽ W ഉണ്ട്, ബാക്കി എല്ലാ വാല്യൂ അറിയാം. W കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും. സോ കുറച്ച് വാല്യൂസ് ഓർത്ത് വെച്ചാൽ, സ്റ്റെപ്സ് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു സെഷനിലെ എല്ലാ പ്രോബ്ലംസും ചെയ്യാം. ഇതാണ് ഓൾ കൈൻഡ് ഓഫ് പ്രോബ്ലംസ്. വിത്ത് ദിസ് വി വിൽ കൺക്ലൂഡ് അവർ ഡിസ്കഷൻ ഓൺ ബെൻഡിങ് സ്ട്രെസ് പോർഷൻ. ഇനി നിങ്ങൾക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു പ്രോബ്ലം തരുന്നുണ്ട്. ഇവിടെ ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനിലുള്ള ഒരു ബീം ഉണ്ട്. അതിന്റെ ബെൻഡിങ് മൊമെന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓൾറെഡി ബെൻഡിങ് മൊമെന്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. ബെൻഡിങ് സ്ട്രെസ്സും തന്നിട്ടുണ്ട്. ബെൻഡിങ് സ്ട്രെസ് തന്നു, ബെൻഡിങ് മൊമെന്റ് തന്നു. അപ്പം ബെൻഡിങ് മൊമെന്റ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു സെക്ഷന്റെ ബ്രെഡ്ത്ത് ഡെപ്തിന് ഈക്വൽ ആണെങ്കിൽ, ബ്രെഡ്ത്ത് ഡെപ്തിന് ട്വൈസ് ആണെങ്കിൽ, സോറി തിരിഞ്ഞുപോയി, വിഡ്ത്ത് B ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡെപ്ത് 2 times B ആയിരിക്കും. അങ്ങനെയെങ്കിൽ ആ വിഡ്ത്ത് എത്ര, ആ ഡെപ്ത് എത്ര, അതായത് ബീമിന്റെ ക്രോസ് സെക്ഷൻ ആണ് നിങ്ങൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. B എത്രയാണ്, D എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലംസിന്റെ സെയിം അപ്രോച്ച് ആണ്. നേരത്തെ നമ്മൾ ലോഡായിരുന്നു കണ്ടുപിടിക്കേണ്ട, സെക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ മൊമെന്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? വിഡ്ത്തും ഡെപ്തും കണ്ടുപിടിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് സബ്മിറ്റ് ദ ആൻസേഴ്സ് ടുഡേ. ഓക്കെ, വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഷിയർ സ്ട്രെസ്സിനെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുക. ഷിയർ സ്ട്രെസ്സിന് ഒരു ഫോർമുല ഉണ്ട്, അത് ഇതുപോലെ ഡിറൈവ് ചെയ്യും. അത് കഴിഞ്ഞ് ഷിയർ സ്ട്രെസ്സിന് കുറച്ച് പ്രോബ്ലംസും നമ്മൾ ചെയ്യും. വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.